ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും അത് നടന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വാർത്തയോടെയായിരുന്നു ഇന്നലത്തെ ദിവസം രാത്രി അവസാനിക്കുന്നത്. നാടിൻ്റെ നൊമ്പരമായി ഒരു 3.5 വയസ്സുകാരി ഒരു കുഞ്ഞ് മാറിയത് ഇന്ന് രാവിലെ ആ വാർത്തയോടെയാണ് നമുക്ക് ദിവസം തുടങ്ങേണ്ടി വരുന്നത്. എറണാകുളം തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ആലുവ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞതാണെന്ന് അമ്മ മൊഴി നൽകിയതോടെ ഇന്നലെ രാത്രി ഒരു അസാധാരണമായ തെരച്ചിലാണ് കുഞ്ഞിന് വേണ്ടി നടത്തിയത്. അമ്മയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലെ രാത്രി ഒരു 11:30-ക്കൊക്കെ കിടക്കാൻ പോകുമ്പോൾ പോലും ഈ തെരച്ചിൽ നടക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ജീവനോടെ കിട്ടും, എവിടെയെങ്കിലും ഈ കുഞ്ഞുണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവിടെ ഈ മൂഴിക്കുളം ഭാഗത്ത് തെരച്ചിൽ നടത്തുമ്പോൾ ഒരുപക്ഷെ ബാക്കിയുള്ളവർക്ക് കുഞ്ഞ് അവിടെ തന്നെ ഉണ്ട് എന്നൊരു ധാരണ വരുമ്പോൾ പോലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ആ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഈ കേസ് ഒരു മിസ്സിംഗ് കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും. അങ്ങനെയായിരുന്നു, നമ്മളെല്ലാവരും അത്തരത്തിലാണ്. അതായത് അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്നുള്ള ആ പോലീസിന്റെ ആദ്യത്തെ നിഗമനത്തിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ എവിടെ വെച്ച് യാത്രയിൽ നഷ്ടപ്പെട്ടതായിരിക്കാം, എവിടെയെങ്കിലും നിർത്തിയിട്ട് മറന്നുപോയതായിരിക്കാം എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ CCTV ദൃശ്യങ്ങളാണ് അതിൽ കൂടുതൽ വ്യക്തത വരുത്തിയത്. ആദ്യത്തെ ഒരു ദൃശ്യത്തിൽ അമ്മയും കുഞ്ഞും കൂടി പോകുന്നു. പിന്നീട് കിട്ടിയ ഒരു ദൃശ്യത്തിൽ അമ്മ മാത്രമാണ് പോകുന്നത്. പോലീസ് ചോദ്യം ചെയ്യുന്ന മോഡ് മാറ്റി പിടിച്ചപ്പോഴാണ് അമ്മ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നത്. മൂഴിക്കുളം പാലത്തിൽ നിന്നും പുഴയിലേക്ക് കുഞ്ഞിനെ എടുത്തെറിഞ്ഞ ശേഷം താൻ തിരിച്ചു വന്നു. അതായത് കുഞ്ഞിനെ കൊല്ലാൻ തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയായിരുന്നു അമ്മ. തുടർന്നാണ് അമ്മയെ കുറെ സമയം പോലീസിന്, അതായത് ആലുവ റൂറൽ പരിധിയിലുള്ള, എറണാകുളം റൂറൽ പരിധിയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മിസ്സിംഗ് കേസ് എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ കുഞ്ഞിനെ കണ്ടെത്താനുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. അത് സിറ്റിയിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെ തെരച്ചിലേക്ക് ഊർജിതമായി ഇറങ്ങുന്നുണ്ട്. അത്തരത്തിലൊക്കെ പോകുമ്പോഴും അമ്മ കുഞ്ഞിനെ മിസ്സായി എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ വ്യക്തത വന്നതോടുകൂടി അമ്മയുടെ വാക്ക് കേൾക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ അപ്പോൾ പോലീസുകാർക്ക് ഉണ്ടായിരുന്നില്ല. അതനുസരിച്ചിട്ടാണ്, കാരണം അമ്മ മൊഴിയുടെ വൈരുദ്ധ്യം ഭയങ്കര പ്രശ്നമുണ്ടാക്കിയിരുന്നു. പോലീസിനെ അന്വേഷണത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. പോലീസിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു അമ്മ ആദ്യഘട്ടത്തിലൊക്കെ. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പുഴയിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ പിന്നീട് ഒന്നും ചിന്തിക്കാതെ നാട്ടുകാരും പോലീസുകാരും ബന്ധുക്കളും ഒക്കെ മൂഴിക്കുളം പാലത്തിലേക്ക് ഓടുകയായിരുന്നു. ആ പാലത്തിന്റെ പുഴയിൽ ഇറങ്ങി, അതായത് ആ സമയത്ത് വലിയ മഴ പെയ്യുന്നുണ്ട്. ആ പ്രതിസന്ധികളെ എല്ലാം അവഗണിച്ച് പ്രാദേശിക നീന്തൽ സംഘങ്ങളെയൊക്കെ സഹായം തേടി ഫയർഫോഴ്സ് എത്തി. ആ തെരച്ചിലിനൊടുവിലാണ് 8.5 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ കണ്ടെത്തുന്നത്. ഇന്നലെ 3:30 മുതൽ 7:30 വരെയുള്ള സമയത്തിനിടയ്ക്കാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നത്. എന്തായാലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഗാർഹിക പീഡനത്തിന് അമ്മ ഇരയായിരുന്നു എന്നുള്ള ഒരു മൊഴി കൂടി പോലീസിനെ ലഭിച്ചിട്ടുണ്ട്. വിവാഹത്തിന് ശേഷമാണ് അമ്മയ്ക്ക് അത്തരത്തിൽ മാനസിക സംഘർഷം ഉണ്ടായിട്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്, പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതിൽ തുടർ നടപടികൾ ഉണ്ടാകും. ഈ അമ്മയുടെ മാത്രം ഇൻവോൾവ്മെന്റ് ആണോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചാൽ അച്ഛന്റെ പങ്കെന്താണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണ്ടിവരും. എന്തായാലും വളരെ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഇന്നലെ രാത്രി ആ വാർത്ത കേൾക്കുമ്പോൾ. നമ്മളൊക്കെ ആകെ ഒരു ആശങ്കയിലായിരുന്നു. അമ്മയുടെ കൂടെ പോയ കുഞ്ഞാണ്. ഇടയ്ക്ക് വെച്ച് അമ്മയുടെ ദൃശ്യങ്ങളിൽ ഈ കുഞ്ഞിനെ കാണുന്നില്ല. പിന്നീടൊരു ഓട്ടോ തൊഴിലാളി പറയുന്നു അമ്മയെ മാത്രം വീടിനടുത്ത് കൊണ്ട് ഇറക്കിയെന്ന് പറയുന്നു. അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെയാണ് ഇന്നലെ ആ അന്വേഷണം കടന്നുപോയത്. ആ അന്വേഷണത്തിനൊടുവിൽ മൂഴിക്കുളം ഭാഗത്ത് പാലത്തിനടിയിൽ നിന്ന് കുഞ്ഞിൻ്റെ ജീവനില്ലാത്ത ശരീരം കിട്ടുകയായിരുന്നു. രാത്രി ഒരു 2:30 വരെ ഈ തെരച്ചിൽ സജീവമായി. ഒരുപക്ഷെ അസാധാരണ തെരച്ചിലെന്ന് തുടക്കത്തിൽ പറഞ്ഞത് വെറുതെയല്ല. ആദ്യം പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തെരച്ചിലുണ്ടാവുന്നു, പിന്നെ ഈ നീന്തൽ വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തുന്നു, നാട്ടുകാരും സജീവമായി രംഗത്തുണ്ട്. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ കിട്ടണം എന്നത് മാത്രമായിരുന്നു ആ സമയത്ത് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അത്യന്തം ദാരുണമെന്ന് പറയട്ടെ, കുഞ്ഞിൻ്റെ മൃതദേഹമാണ് 2:30-ഓടെ കിട്ടിയത്. അമ്മ വൈകിട്ട് അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയ കുഞ്ഞാണ്. അച്ഛൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ
കുഞ്ഞില്ല, അമ്മ മാത്രമാണ് ചെന്നത്. കുഞ്ഞെവിടെയെന്ന് ചോദിച്ചതിന് ആദ്യഘട്ടത്തിൽ പരസ്പര വിരുദ്ധമായ ഒരുപാട് മറുപടികൾ അമ്മ സന്ധ്യ പറഞ്ഞു. തുടർന്ന് പോലീസിന് ആ ഘട്ടത്തിൽ തെരച്ചിൽ പോലും കൃത്യമായി നടത്താൻ കഴിയാത്ത വിധത്തിലായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു എന്നൊരു വാക്കമ്മയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതേ തുടർന്നാണ് ഈ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ച് പിന്നീടുള്ള തെരച്ചിൽ നടക്കുന്നത്. ആജ്ഞ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഒരു ബസ്സിൽ മിസ്സായി, വേറൊരാളെ ഏൽപ്പിച്ചു, അങ്ങനെ പല പല മൊഴികൾ ആദ്യഘട്ടത്തിൽ സന്ധ്യ കൊടുത്തിരുന്നു. അതൊക്കെ പോലീസ് ആ ഘട്ടത്തിലൊക്കെ പലതിലും അവർക്ക് അങ്ങനെ ഒരു നിർണായകമായ കുറേ സമയം അങ്ങനെയും പോയി. അതിനുശേഷം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അസാധാരണമായ ഒരു തെരച്ചിൽ, നാട്ടുകാരും പോലീസും നീന്തൽ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരും എല്ലാവരും എത്തി. ഒരു നാട് മുഴുവൻ ആ രാത്രി ഈ ഭാഗത്തുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ശ്രീജ, കാരണം ഇത് അറിഞ്ഞു, അതായത് നമ്മൾ ഈ പറയുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വളരെ വ്യാപകമായ ഇതിനുള്ള ക്യാമ്പയിനുകൾ വരെ തുടങ്ങിയിരുന്നു. കുഞ്ഞിനെ കാണാതായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ പിങ്ക് ടോപ്പും നീല ജീൻസും ധരിച്ചിട്ടുള്ള കുഞ്ഞാണ്, ആ സമയത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുന്ന തരത്തിലൊക്കെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ അതിനുള്ള ക്യാമ്പയിൻ അല്ലെങ്കിൽ മെസ്സേജുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും ശ്രീജ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു 1.5 മണിക്കൂറോളം ഇത്തരത്തിൽ അമ്മയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അമ്മ മൊഴി മാറ്റി മാറ്റി പറയുന്നതനുസരിച്ചിട്ട് പോയി അത്രയും സമയം നഷ്ടപ്പെട്ടു. അത്രയും സമയം കൂടി ഒരുപക്ഷെ ഈ പറഞ്ഞ ഒരു സമയം ആണ് അമ്മ കുഞ്ഞിനെ വെള്ളത്തിലെടുത്തിട്ടെങ്കിൽ അത് എപ്പോഴേ അത് മരിച്ചിട്ടുണ്ടാകുമായിരിക്കാം. പക്ഷേ ഈ പറയുന്ന കുഞ്ഞിനെ രക്ഷിക്കും, നമ്മളൊക്കെ മിസ്സിംഗ് ആണ്, എവിടെന്നെങ്കിലും കല്യാണെ കണ്ടെത്തുമെന്നുള്ള ഒരു ഇതിലേക്ക് നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഇന്ന് കിട്ടും നാളെ കിട്ടും, എല്ലാവരുടെയും ആശങ്ക ആ ഭാഗത്തുനിന്ന് കുഞ്ഞുങ്ങളെ കാണാതായതിന്റെ പ്രശ്നങ്ങൾ നേരത്തെ അതുണ്ടാക്കിയിട്ടില്ല. ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ആരും മറന്നിട്ടുണ്ടാവില്ല. അത്തരം ഒരു പ്രശ്നത്തിൽ ഒരു കുഞ്ഞിനെ കാണാതായതോടെ അത്രയും ആർജവത്തോടു കൂടിയാണ് നാട്ടുകാർ മുഴുവൻ കുഞ്ഞിനെ തിരയാനായി ഇറങ്ങിയത്, കുഞ്ഞിനെ കണ്ടെത്താനായി ഇറങ്ങിയത്. കുഞ്ഞ് മിസ്സിംഗ് ആണ് എന്നുള്ളൊരു പ്രാഥമിക ബോധത്തോടു കൂടിയിട്ടാണ് അത്തരത്തിലൊരു തെരച്ചിലിനിറങ്ങിയത്. പക്ഷെ അതൊക്കെ വിഫലമാക്കിക്കൊണ്ടാണ് കല്യാണിയെ ഈ പുഴയിലേക്ക് എടുത്തെറിഞ്ഞു എന്ന ഒടുവിൽ അമ്മ പറയുന്നത്. അത് നമ്മുടെ ലൈവിൽ തന്നെ അൻവർ സാദത്ത് ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷെ അത്രയും വ്യക്തത വന്നില്ല. പക്ഷെ അതിൽ വ്യക്തത ഉണ്ടോ എന്ന് അറിയില്ല, എനിക്കിവിടെ പറയാൻ പറ്റില്ല എന്ന് ഇന്നലെ പറയാതെ പറഞ്ഞെങ്കിലും ഒടുവിൽ ശരിയാവുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കുഞ്ഞിനെ എടുത്തെറിഞ്ഞത് നേരത്തെയും കുഞ്ഞിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2-3 അറ്റംപ്റ്റ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒടുവിൽ അമ്മ ഈ കുഞ്ഞിനെ പുഴയിലേക്ക് എടുത്തെറിഞ്ഞ് കൊന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റം തന്നെയാണ് ചുമത്തുക. പക്ഷെ ഇവര് ഫാമിലി തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നത് കൊണ്ട് മൃതദേഹം ആർക്ക് വിട്ടുകൊടുക്കും, അത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയും ചർച്ച ഉണ്ടാകേണ്ടതുണ്ടെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അച്ഛന്റെ പങ്കെന്താണ്, ഈ അമ്മ ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് അമ്മയുടെ മൊഴിയുണ്ട്. അതാണ് മാനസികാസ്വാസ്ഥ്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള തരത്തിലുള്ള മൊഴിയുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മാനസികാസ്വാസ്ഥ്യം എന്നുള്ളത് ഒരു മറയാണോ, അതല്ലെങ്കിൽ ബോധത്തോടു കൂടി തന്നെയാണോ അമ്മ ചെയ്തത്, പക കൊണ്ടാണോ അമ്മ ചെയ്തത്, അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും നടത്തുക. ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹമുള്ളത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് കുഞ്ഞിന്റെ മൃതദേഹമുള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും. പോസ്റ്റ്മോർട്ടത്തിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഈ പുഴയിൽ എടുത്തെറിയുന്നതിന് മുൻപ് തന്നെ അമ്മ കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നിട്ടുണ്ടോ, മറ്റ് ആഘാതങ്ങളൊക്കെ കുഞ്ഞിന് ഉണ്ടായിട്ടുണ്ടോ, അതായത് ഈ പുഴയിൽ എറിഞ്ഞത് മാത്രമാണോ മരണകാരണം എന്നുള്ള മുൻപും അതിന് തൊട്ടു മുൻപ് തന്നെ അമ്മ കുഞ്ഞിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു, ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട് എന്ന്. ശരി അജ്ഞ, എന്തായാലും അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയോടെയാണ് ഈ ദിവസം തുടങ്ങുന്നത്. അത് ഇന്നലെ രാത്രി മുഴുവൻ പ്രതീക്ഷയോടെ, ഒരു നാട് മുഴുവൻ പ്രതീക്ഷയോടെ തെരഞ്ഞ കുഞ്ഞ് കല്യാണിയുടെ മൃതദേഹമാണ് തിരികെ കിട്ടിയത് എന്ന ദുഃഖവാർത്തയോടെയാണ് അമ്മ
സന്ധ്യയാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞത്. ഇന്നലെ രാത്രി മുഴുവൻ ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിന്ന് ആ കുഞ്ഞിനെ വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. പക്ഷേ 2:30 കുഞ്ഞിൻ്റെ മൃതദേഹമാണ് തിരികെ കിട്ടിയത്. എന്താണ് ഇങ്ങനെയൊരു ദാരുണമായ കൊലപാതകത്തിലേക്ക് അമ്മയെ എത്തിച്ചത്, എന്തൊക്കെയാണ് അതിന് പിന്നിലുണ്ടായ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. നമുക്ക്